കാടും കാട്ടിലൂടെ ഒരു യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അധികം വാഹനത്തിരക്കുകളൊന്നുമില്ലാതെ സ്വന്തം വാഹനത്തിൽ ഒരു ജംഗിൾ സഫാരി പോകാൻ കഴിയുന്ന, പോകുന്ന വഴികളിൽ ഏതു സമയവും വന്യമൃഗങ്ങളെയെല്ലാം കാണാൻ സാധ്യതയുള്ള കേരളത്തിലെ അതിമനോഹരമായ ഒരു ഫോറസ്റ്റ് റൂട്ട്. അതാണ് കൊല്ലം ജില്ലയിലെ കോന്നി അച്ചൻകോവിൽ. ഈ റിസർവ് ഫോറസ്റ്റിലൂടെ ഒരു ഓഫ് റോഡ് യാത്രയാണ് ഇന്നത്തെ വീഡിയോ. കാട്ടിലൂടെയുള്ള യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കല്ലേലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ യാത്ര ചെയ്യുന്ന ആളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, അതേപോലെ വണ്ടിയുടെ നമ്പർ ഇതെല്ലാം രജിസ്റ്ററിൽ എഴുതി കൊടുത്ത് അനുമതി വാങ്ങി വേണം ഫോറസ്റ്റിലൂടെ യാത്ര തുടങ്ങാൻ. ചെക്ക് പോസ്റ്റിൽ നിന്ന് 40 കിലോമീറ്ററോളം ദൂരമുണ്ട് അച്ചൻകോവിലേക്ക്. അതിൽ ഏകദേശം 20 കിലോമീറ്ററോളം കൊടും വനത്തിലൂടെയാണ് യാത്ര. അത് ഈ 20 കിലോമീറ്ററിൽ പകുതിയിലധികവും ഓഫ് റോഡാണ്. 1-2 സ്ഥലങ്ങളിൽ കലുങ്ങുകൾ തകർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുവഴി കാറിലൊക്കെ യാത്ര ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോഴേക്ക് തന്നെ ഓഫ് റോഡാണെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ ബാഗൊക്കെ പരിശോധിച്ചിട്ടാണ് ഫോറസ്റ്റിനകത്തേക്ക് കയറ്റി വിട്ടത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ടിൽ മദ്യപാനം, ഫോട്ടോഗ്രാഫി, പ്ലാസ്റ്റിക് ഐറ്റംസ് ഇതൊക്കെ നിരോധിത മേഖലയാണ്. അതുകൊണ്ട് തന്നെ യാത്രയിൽ വനത്തിലിരുന്ന് മദ്യപിക്കാനോ, വാഹനം പാർക്ക് ചെയ്ത് നിന്ന് വീഡിയോ എടുക്കാനോ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാനൊന്നും പാടില്ല. ഇതൊക്കെ വരുന്നവരൊന്നും ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, നമ്മുടെ ബാഗൊക്കെ പരിശോധിച്ച് അതിൽ ലിക്കർ ഐറ്റംസ് ഒന്നും ഇല്ല എന്ന് കൺഫേം ചെയ്തതിന് മാത്രമേ അവർ വനത്തിനുള്ളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. അതുമാത്രമല്ല, വനത്തിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറാനോ, മൃഗങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കാനോ, മൃഗങ്ങളെ ശല്യപ്പെടുത്താനോ പാടില്ല. മൃഗങ്ങളെ ശല്യപ്പെടുത്തുന്നത് ഒഫൻസാണ്. ഇതൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടാണ് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ അകത്തേക്ക് കയറ്റി വിടുന്നത്, കാടിനുള്ളിലേക്ക് കയറ്റി വിടുന്നത്. മറ്റുള്ള ഫോറസ്റ്റ് റൂട്ടുകളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമാണ് കോന്നി അച്ചൻകോവിൽ റൂട്ട്. മണ്ഡലകാലം ഒഴികെ മിക്ക സമയത്തും ഈ വഴി വിജനമായിരിക്കും. മണ്ഡലകാലത്ത് അന്യസംസ്ഥാനത്ത് നിന്നെത്തുന്ന അയ്യപ്പ ഭക്തന്മാർ കാൽനടയായിട്ടും മറ്റു വാഹനങ്ങളിലെല്ലാം അധികവും യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് ഈ റൂട്ടാണ്. മഴക്കാലത്താണ് ഇതുവഴിയുള്ള യാത്ര കുറച്ചുകൂടി മനോഹരമാകുന്നത്. നമ്മൾ ഈ പോകുന്ന റോഡ് ക്രോസ് ചെയ്താണ് കാട്ടിൽ നിന്ന് മൃഗങ്ങൾ അച്ചൻകോവിലിന്റെ തീരത്തേക്ക് വെള്ളം കുടിക്കാൻ എത്തുന്നത്. അതിരാവിലെയോ വൈകുന്നേരമോ ഇതുവഴി യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പോകുന്ന വഴിയിലോ അച്ചൻകോവിലിനാറിന്റെ തീരത്തോ നമുക്ക് മൃഗങ്ങളെല്ലാം കാണാൻ കഴിയും. മിക്ക സമയത്തും മ്ലാവുകളും കാട്ടുപോത്തുകളെല്ലാം ആറിന്റെ തീരത്തുണ്ടാവും. ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തും ഒരു സ്ഥലത്ത് കുറെ കാട്ടുപോത്തുകൾ ഉണ്ടായിരുന്നു. അത് കുറച്ച് ലോങ് ഡിസ്റ്റൻസിലായിരുന്നു. തിക് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിലും ശ്രദ്ധയോടുകൂടി യാത്ര ചെയ്താൽ മാത്രമേ ആനിമൽസിന്റെ സൈറ്റിങ് നമുക്ക് കിട്ടത്തുള്ളൂ. കാട്ടുപോത്തിനെയും മ്ലാവിനെയും മാത്രമല്ല, ആനയെയും പുലിയെയും കരടിയെയും എല്ലാം ഈ പോകുന്ന വഴികളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അച്ചൻകോവിലിലേക്ക് 2 വഴികളാണുള്ളത്. ഒന്ന് നമ്മളീ പോകുന്ന കോന്നി കല്ലേലി വഴിയും മറ്റേത് പുനലൂര് അലിമുക്ക് വഴിയും. പുനലൂര് അലിമുക്ക് വഴി റോഡ് കുറച്ച് ബെറ്റർ ആണെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാത്ര വരുന്നത് നമ്മൾ ഈ യാത്ര ചെയ്യുന്ന കോന്നി കല്ലേലി വഴിയാണ്. അലിമുക്ക് വഴി അച്ചൻകോവിൽ യാത്രയുടെ വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലേക്കോ തെങ്കാശിയിലേക്കോ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു അടിപൊളി റൂട്ട് തന്നെയാണ് അച്ചൻകോവിൽ. തമിഴ്നാട്ടിലെ തെങ്കാശിയിലേക്കോ ചെങ്കോട്ടയിലേക്കോ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് അച്ചൻകോവിൽ വഴി യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അധികം വാഹനത്തിരക്കുകളൊന്നും ഇല്ലാതെ അതിവേഗത്തിൽ തമിഴ്നാട്ടിലേക്ക് എത്താൻ സാധിക്കും. കാട്ടിലൂടെയുള്ള യാത്ര മാത്രമല്ല, വെള്ളച്ചാട്ടങ്ങൾ ഉൾപ്പെടെ നമ്മളീ പോകുന്ന വഴിക്ക് ഈ ഒരു സൈഡിലൊരു കലുങ്ങ് തകർന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ വഴി കാട്ടിലൂടെ കാണാം. ആ വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്ത് വരാം. കഴിഞ്ഞ മഴക്കാലത്താണ് ഈ റോഡുകളെല്ലാം ഇത്രത്തോളം തകർന്നത്. അതിനു മുമ്പ് നമുക്ക് ഏത് വാഹനത്തിൽ വേണമെങ്കിലും ഇതുവഴി യാത്ര ചെയ്യാം.
വേനലായതുകൊണ്ട് തന്നെ കാടും അച്ചൻകോവിലാറൊക്കെ നന്നേ വരണ്ട അവസ്ഥയിലാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് മഴക്കാലമായിരുന്നു. ആ സമയത്ത് അച്ചൻകോവിലാറ് നിറഞ്ഞു കവിഞ്ഞായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്. അച്ചൻകോവിൽ യാത്രയിൽ പ്രധാനമായിട്ടും കാണേണ്ട സ്ഥലങ്ങൾ ഒന്ന് കുമ്പാവുരുട്ടി, മണലാർ, ചെമ്പനരുവി വെള്ളച്ചാട്ടങ്ങളും പിന്നെ അച്ചൻകോവിലിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രവും. അച്ചൻകോവിലിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകാമെന്നുണ്ടെങ്കിൽ മേക്കര ഗ്രാമവും മേക്കര ഡാമും അതുപോലെ തന്നെ തിരുമല കോവിലൊക്കെ കാണേണ്ട സ്ഥലങ്ങളാണ്. അതിരാവിലെ ഫോറസ്റ്റിലൂടെ യാത്ര തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് തിരികെ വരാൻ സാധിക്കും. വേനൽക്കാലത്ത് വെള്ളം കുറവായി കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടങ്ങളിലേക്കൊന്നും ടൂറിസ്റ്റുകളെ കയറ്റിവിടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ റൂട്ടിലൂടെയുള്ള യാത്ര കുറച്ച് മനോഹരമാകുന്നത് മഴക്കാലത്താണ്. ഈ ഭാഗത്ത് വെച്ചിട്ടാണ് കാട്ടുപോത്തുകളെ കണ്ടത്. പക്ഷെ അത് നല്ല ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ പോകുന്ന വഴിക്ക് കലിങ് ഇങ്ങനെ തകർന്നു കിടക്കുകയാണ്. ഇതൊക്കെ കൊണ്ടാണ് കാറിലൊക്കെ ഇതുവഴി വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡുകളാണ്. ഏത് റോഡാണെങ്കിലും സാവധാനത്തിൽ തന്നെ യാത്ര ചെയ്യുക. കാരണം നമ്മൾ ഈ പോകുന്ന റൂട്ടിലെല്ലാം മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യുന്ന ഏരിയകളാണ്. അപ്പം പതുക്കെ പോകുന്നതാണ് വളരെ നല്ലത്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നടുവത്തുമൂഴി മണ്ണാറപ്പാറ റേഞ്ച് ഫോറസ്റ്റിലൂടെയാണ്. ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ആവണിപ്പാറയിലേക്ക്. അലിമുക്കിൽ നിന്നുള്ള റോഡും കല്ലേലിയിൽ നിന്നുള്ള റോഡും യോജിക്കുന്നത് ആവണിപ്പാറയിലാണ്. ഇവിടം വരെയാണ് ഈ ഫോറസ്റ്റിന്റെ ഈ നിയന്ത്രണങ്ങളെല്ലാം ഉള്ളത്. ഇവിടെയും ചെറിയ വാഹനങ്ങളൊക്കെ മാത്രമേ കടന്നു പോകൂ എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽനട യാത്ര അപകടം ഉള്ള രീതിയിലുള്ള മണ്ണാറപ്പാറ റേഞ്ച് ഫോറസ്റ്റിന്റെ ഒരു ബോർഡ് ഇവിടെ കാണാം. ഇനി കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്യണം അച്ചൻകോവിലേക്ക്. ഈ പോകുന്ന റൂട്ടിലും വന്യമൃഗങ്ങളെല്ലാം കാണാൻ സാധ്യതയുള്ള റൂട്ട് തന്നെയാണ്. എങ്കിലും ട്രൈബൽ കോളനിയും ജനവാസ മേഖലയും ബസ് റൂട്ടും അത്യാവശ്യം വാഹനത്തിരക്കുള്ള വഴിയിലൂടെ അച്ചൻകോവിലിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ റെസ്റ്റ് ഹൗസും അതുപോലെ തന്നെ അമ്പലത്തിനടുത്ത് ലോഡ്ജുകളും റൂമുകളെല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം അച്ചൻകോവിൽ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ അച്ചൻകോവിലേക്ക്. വേനൽ സമയമായതുകൊണ്ട് തന്നെ വെള്ളം കുറവായത് കാരണം കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടമൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അവിടെ ടൂറിസ്റ്റുകളെ കടത്തി വിടുന്നില്ല.
അപ്പോൾ കുംഭാവുരുട്ടി ക്യാൻസൽ ചെയ്ത് ഇനി അടുത്ത ഈ കാണുന്നതാണ് ഗവൺമെന്റിന്റെ റെസ്റ്റ് ഹൗസ്. ഇവിടെ റൂം അവൈലബിൾ ആണ്, അതേപോലെ ക്യാൻറ്റീനും ഉണ്ട്. പുറത്തും ലോഡ്ജുകളും റൂമുകളൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ നിരവധി ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഇതാണ് അച്ചൻകോവിലിലെ പ്രസിദ്ധമായ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഞങ്ങളിവിടുന്ന് ഇനി മേക്കരയിലേക്ക് യാത്ര തുടരുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.